അപ്പൊ ഇതിന്റെ ഐക്കൺ നരേന്ദ്രമോദി തന്നെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാരതത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ട് ആത്മവിശ്വാസമുള്ള ഒരാളും അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ പുള്ളിയുടെ വരുതിക്ക് കൊണ്ടുവന്ന ഒരാളും ലോകത്തിനും അത് തന്നെ. ഇദ്ദേഹം ഇവിടെ വന്ന സമയത്ത്, ഇദ്ദേഹം ഇലക്ഷൻ നേടുന്ന സമയത്ത് ഇന്ത്യയിൽ നൂറുകണക്കിന് നൂറുകണക്കിന് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, പ്രധാനമന്ത്രിമാർ വളരെ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്, പല പാർട്ടിയുടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ മോഡിൽ ഇന്ത്യയിൽ ഇറങ്ങി ആൾക്കാരുടെ വോട്ട് ചോദിച്ച് ജയിച്ചു വന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഭാരത സംസ്കാരത്തിൻ്റെ, ഹിന്ദുവിൻ്റെ സംസ്കാരമൊന്നുമല്ല ഈ കാവിയും അല്ലെങ്കിൽ കുറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരതികളും ഒന്നും. ഇത് പരസ്യമായിട്ടില്ല, ആർക്കെങ്കിലും ധൈര്യം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ക്രിസ്ത്യാനിയുണ്ട്, ബുദ്ധനുണ്ട്, അല്ലെങ്കിൽ ജൈനനുണ്ട്, ഏതെല്ലാം ജാതിയുണ്ട്. അപ്പം ഇതൊരു സംസ്കാരമാണ്, എൻ്റെ ഐഡൻറ്റിറ്റിയാണ്, ഞാനിത് കാണിച്ചിരിക്കും, എന്നാൽ എനിക്ക് വോട്ട് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ അയാൾക്ക് വോട്ട് ചെയ്യുന്നുള്ള തീരുമാനിക്കുക. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയൊരു സർവേ എന്താണെന്ന് അറിയാം. ലോകത്തുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ജെൻസി ഉണ്ടല്ലോ, നമ്മൾ പറയത്തില്ല പിള്ളേർ നശിച്ചു. ജെൻസികൾ ഭാരത സംസ്കാരത്തിനെയും ധ്യാനത്തിനെയും പ്രാർത്ഥനയും, അതായത് നമ്മുടെ വല്യമ്മമാർ പറഞ്ഞോളെ കുഞ്ഞെ സന്ധ്യക്കിരുന്ന് പ്രാർത്ഥിക്കണം, ആ സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ സർവേ ആയി പറഞ്ഞത്. അപ്പം ഞാനീ പറഞ്ഞ ഭഗവത്ഗീത സൗദി അറേബ്യയിൽ ഏറ്റെടുക്കുക എന്ന് പറയുമ്പം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? കാരണം ഏകദൈവ സിദ്ധാന്തം ഇവിടെ ഏറ്റവും കൂടുതലുള്ള മീഡിയ മണ്ണുകാരൻ അതിന്റെ ആസനത്തിൽ കൂടെ ചൊറിഞ്ഞ് മേപ്പോട്ട് കയറുന്നത് മനസ്സിലായി. ഏകദൈവ സിദ്ധാന്തം, വേറെ ആരെയും നമിക്കാൻ പാടില്ല, ആരും ദഹിക്കാൻ പാടില്ലെന്ന് പറയുമ്പം ഭഗവത്ഗീത എന്ന് പറയാൻ ഒന്നുമല്ല, ഇത് കർമ്മയോഗോ, അത് കർമ്മയോഗോ, അതിനകത്ത് വേറെ ഒന്നുമില്ല. എങ്ങനെയാ ഭഗവത്ഗീത വായിച്ചിട്ടും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളവൻ ഈ ഒരിക്കലും പരാജയപ്പെടുത്തില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഏത് പ്രതിസന്ധിയിലും ഒരു മനുഷ്യന് വിജയിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, ഒരിക്കലും തളരത്തില്ല. അതുകൊണ്ടല്ലേ അർജുനൻ പലവട്ടം തളർന്നപ്പോൾ പറഞ്ഞു കൊടുത്താണല്ലോ കൃഷ്ണൻ. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ഇതിന്റെ എല്ലാം കാരണക്കാരൻ ഭാരതമാണ്, ഭാരതത്തിന്റെ ഇപ്പോഴത്തെ നായകനാണ്.